കാട്ടാന ആക്രമണം പതിവായ അതിരപ്പള്ളി മലയോര മേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ കാട്ടാന കലിയിൽ ജീവൻ നഷ്ടപ്പെട്ടത് 6 പേർക്കാണ്. പെരിങ്ങൽകുത്തൂരിലെ കുമാരൻ, വാഴച്ചാൽ കോളനിയിലെ കരുണാകരൻ, പിള്ളിപ്പാറ കോളനിയിലെ ശിവൻ, വെറ്റിലപ്പാറയിലെ കുഞ്ചു, കണ്ണൻകുഴിയിലെ 5 വയസ്സുകാരി അഗ്നിമിയ. ഇതിൽ അവസാനത്തേതാണ് വാശുമരം കോളനിയിലെ വത്സ. 2022 ഫെബ്രുവരി 7-ന് കണ്ണൻകുഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അഗ്നിമിയയുടെ ജീവൻ നഷ്ടമായതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇതേ തുടർന്ന് കാട്ടാന ആക്രമണം തടയാൻ സൗരോർജ്ജ വേലിയടക്കം വിവിധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രിമാരടക്കം ജനപ്രതിനിധികൾ ഉറപ്പു നൽകിയിട്ടും ഒന്നും ചെയ്തിട്ടില്ല. മാർച്ച് അവസാനത്തോടെ തേൻ സമാഹരണത്തിനായി കാട് കയറാനാകുമോ എന്ന ആശങ്കയിലാണ് വാഴാനി കാക്കാനിക്കാട്ടെ ആദിവാസി കുടുംബങ്ങൾ. മച്ചാട് വനത്തിനുള്ളിൽ കൂട്ടമായി പോയാണ് ഇവർ തേൻ ശേഖരണം നടത്തുന്നത്. 2 മാസം സമൃദ്ധമായി കിട്ടുന്ന തേൻ വിൽക്കുന്നതിലൂടെ നല്ലൊരു വരുമാനം ഇവരുടെ കൈകളിലെത്തും. ഫെബ്രുവരി 29-ന് അസുരൻകുണ്ടിൽ വെള്ളം കുടിക്കാൻ 3 ആനകളെത്തി. ആനകൾ വെള്ളത്തിന് ആശ്രയിക്കുന്നത് വാഴാനിയും അസുരൻകുണ്ടുമാണ്. നേരത്തെ വനത്തിൽ പോയി ഔഷധ സസ്യങ്ങൾ ശേഖരിച്ചിരുന്നവരും ഇന്ന് കാട് കയറാൻ മടിക്കുന്നു. സൗരവേലി വന്ന ശേഷം കാക്കാനിക്കാട് കോളനി പ്രദേശത്ത് ആനകൾ എത്തുന്നില്ല. മച്ചാട് വനമേഖലയോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന ആനകൾ വാഴകൃഷിയും തെങ്ങുമെല്ലാം നശിപ്പിക്കുന്നു. ചക്ക മിക്കവരും പഴുക്കാൻ നിർത്താതെ പൊട്ടിക്കും. ചക്കയുടെ മണം പിടിച്ചെത്തുന്ന ആനകൾ ഒന്നും ബാക്കി വയ്ക്കില്ല. വാഴാനി മേഖലയിലേക്കുള്ള ആനയുടെ വരവ് തടയാൻ കുതിരാനിൽ സൗരവേലി സ്ഥാപിച്ചു. നേരത്തെ ഇവിടെ എത്തിയ 3 എണ്ണം തിരിച്ചു പീച്ചിയിലേക്ക് പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം കുതിരാൻ സൗരവേലി വരെ എത്തിയ ആനകൾക്ക് റോഡ് മുറിച്ചു കിടക്കാൻ ലൈൻ ഓഫാക്കി സൗകര്യമൊരുക്കിയെങ്കിലും വാഴാനിയിലേക്ക് തന്നെ അവ മടങ്ങുകയായിരുന്നുവെന്ന് വനം അധികൃതർ പറയുന്നു. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വൻ നിയന്ത്രണം വന്നതോടെ ആദിവാസികൾ കണ്ടെത്തിയ മറ്റൊരു ഉപജീവന മാർഗമാണ് മരോട്ടിക്കായ. കാട്ടിൽ നിന്ന് മരോട്ടിക്കായ ശേഖരിക്കുന്നതിന് കാര്യമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. ആയുർവേദ മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന മരോട്ടിക്കായയ്ക്ക് കിലോഗ്രാമിന് 135 രൂപയുണ്ട്. ആദിവാസി മേഖലയോട് ചേർന്നുള്ള വിപണികളിൽ മരോട്ടിക്കായ എടുക്കുന്ന മലഞ്ചരക്ക് കടകളുണ്ട്. 1 ലിറ്റർ മരോട്ടി എണ്ണയ്ക്ക് 2000 രൂപ വരെ വിലയുണ്ട്. മരോട്ടിക്കായ ശേഖരിക്കാനാണ് രാജനും ഭാര്യ വത്സയും കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 9-ന് വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. 5 കിലോമീറ്ററോളം ഉൾക്കാട്ടിലെത്തിയപ്പോൾ നിറയെ കായകളുള്ള മരം കണ്ടു. കായ പറിച്ചെടുക്കാൻ രാജൻ വടി തേടി പോയപ്പോഴാണ് വത്സയെ കാട്ടാന ആക്രമിച്ചത്. ഏതായാലും കാടിറങ്ങി വരുന്ന ഈ ഭീതിയെ എത്രയും പെട്ടെന്ന് തടഞ്ഞേ മതിയാകൂ.